റിപ്പോർട്ട് ബ്രേക്കിംഗ്. കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയതിന് ഗേറ്റിൽ തടഞ്ഞതിൽ പോലീസിനെതിരെ പ്രധാനാധ്യാപിക സിന്ധു എസ് നായർ. മാനേജരെ പ്രതി ചേർക്കാത്തത് ദുരൂഹമാണെന്നും താത്കാലിക ജീവനക്കാരെ മാത്രം പ്രതി ചേർത്തത് കേസ് ഒതുക്കാനാണെന്നുമാണ് ആരോപണം. ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. താൽക്കാലിക ജീവനക്കാരനെ പുറത്താക്കി ഒരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്കൂളിൽ ജോലി ചെയ്യാൻ ഭയമാണെന്നും സിന്ധു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടറാണ്. ഒട്ടയുമായിട്ട് വന്ന പാവം സിന്ധു ടീച്ചർ ഗേറ്റിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഈ വിവരം അറിഞ്ഞതും അന്വേഷിച്ചതും. അപ്പോഴാണ് പറഞ്ഞത് സെക്യൂരിറ്റി പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ കേട്ടിട്ടുണ്ടെന്ന് മാനേജർ പറഞ്ഞത്രേ. അങ്ങനെ ഇപ്പോൾ സെക്യൂരിറ്റിയെ പുറത്താക്കി. പക്ഷേ അതിന് ഉത്തരവിട്ട മാനേജർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു. നമുക്ക് എന്താണ് സിന്ധു ടീച്ചർ പറഞ്ഞത് എന്ന് ഒന്ന് കേട്ടുക. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സിന്ധു എസ് നായർ എന്ന പ്രഥമ അധ്യാപികയെ ചുരിദാർ ധരിച്ചു വന്നതിന്റെ പേരിൽ തടയുന്ന ദൃശ്യങ്ങൾ കേരളം ആകെ കണ്ടതാണ്. വിലക്ക് നേരിട്ട അധ്യാപിക സിന്ധു എസ് നായർ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ നിയന്ത്രണമാണ്. സ്കൂളിന്റെ മുന്നിൽ സമരം ഇരുന്നിട്ടാണ് കയറാൻ പറ്റിയ സാഹചര്യം ഉണ്ടായത്. പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നു. ആ കേസിന്റെ പുറത്ത് സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ നടപടി, ശശാങ്കനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. എന്ത് തോന്നുന്നു ഇപ്പോൾ എന്താ പറയാനുള്ള ഒരു നീതി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു? അതോ നീതി നിഷേധമാണോ? ഈ സെക്യൂരിറ്റിയെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ട് ഒഴിയാനുള്ള ശ്രമമാണോ മാനേജ്മെന്റ് നടത്തുന്നത്? ശശാങ്കന് ഇവിടെ മാനേജർ നിയമിച്ചേക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ പെർമനന്റ് സ്റ്റാഫ് അല്ല. ഇങ്ങനൊരു അറസ്റ്റ് നടത്തിയത് കൊണ്ട് അതൊരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നെ ഇത് മാനേജറുടെ നിർദ്ദേശം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മാനേജറെ പ്രതി ചേർത്തിട്ടില്ല. ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഞാൻ സംശയിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സ്കൂളിൽ ജോലി ചെയ്യാൻ പേടിയുണ്ടോ? 25 വർഷമായി ഇവിടെ പണിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ജോലി ചെയ്യാൻ ഒരു സുരക്ഷിതത്വമില്ലായ്മ തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? ഞാനൊരു സാധാരണക്കാരിയാണ്, എനിക്ക് ഭയമുണ്ട്. നമ്മൾ FIR നോക്കുമ്പോഴേ ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, ഒരു സർക്കാർ ഗ്രാൻഡ് വാങ്ങി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുൾപ്പെടെ വകുപ്പ് ചുമത്തണമെന്നൊരു ടീച്ചർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്? ഉണ്ട്. ഞാനിവിടെ സ്കൂളിൽ വന്നത് ജോലി ചെയ്യാനല്ലേ ഞാൻ വന്നത്. അപ്പോഴല്ലേ എൻ്റെ മുമ്പിൽ ഗേറ്റ് അടച്ചത്. അപ്പം എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ് ഇവിടെ തടസ്സപ്പെടുത്തിയത്. അതിനെതിരെയാണ് ഞാൻ പരാതിപ്പെടുന്നത്. എന്തായാലും പോരാട്ടം തുടരും. എന്തായാലും വരും ദിവസങ്ങളിലും നിയമ പോരാട്ടം തുടരുമെന്നാണ് ഈ അധ്യാപിക പറയുന്നത്. വലിയ തോതിൽ മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. നിയമ സംവിധാനങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്നാണ് ഈ അധ്യാപികയുടെ ഒരു പ്രതീക്ഷ. വീഡിയോ ജേർണലിസ്റ്റ് S. അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ് ജയശങ്കർ. സുന്ദർ ടീച്ചർ ഏതായാലും ധൈര്യപൂർവ്വം പ്രതികരിച്ചു. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ ഉത്തരവിട്ട മാനേജർ അവിടെ തുടരുകയും ഉത്തരവനുസരിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്തു പോവുകയും ചെയ്ത അവസ്ഥയാണ്. പാവം സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കൻ എന്ത് പിഴച്ചു അല്ലേ? ശശാങ്കന് സിന്ധു ടീച്ചർ ചുരിദാറിട്ട് വന്നാലെന്താ, സാരി ഇട്ട് വന്നാലെന്താ? മുകളിൽ നിന്ന് പുള്ളി പറയുന്നത് കേൾക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ശശാങ്കനെ ബലി കൊടുത്ത് മാനേജറെ രക്ഷിക്കുകയാണോ? ടീച്ചറിന് അതിനകത്ത് പ്രതിഷേധമുണ്ട്. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പോലീസ് മാനേജർക്കെതിരെ തിരിയുമോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിന്ധു ടീച്ചർ വളരെ വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അവർ ഓരോ വാക്ക് പറയുമ്പോഴും അവരുടെ വാക്കുകൾ ഇങ്ങനെ ഇടർന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഗുരുതര ആരോപണമാണ് പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. അതായത് ശശാങ്കനെതിരെ ജാമ്യം ലഭിക്കാവുന്ന, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തു. താൻ സ്കൂളിലെത്തിയ സമയത്ത് തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ് തടസ്സപ്പെടുത്തിയത്. പക്ഷേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉള്ള കേസിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ മാനേജറെ ഇതുവരെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ ശശാങ്കൻ എന്ന താൽക്കാലിക ജീവനക്കാരനെ പ്രതി ചേർത്തുകൊണ്ട് പുകമറ സൃഷ്ടിച്ച് ഇയാളെ പുറത്താക്കി കാര്യങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഈ അധ്യാപിക പറയുന്നത്. പോലീസ് കൃത്യമായി മാനേജർക്കെതിരെ കൂടി കേസെടുക്കണം, അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് ടീച്ചർ ആവർത്തിച്ചു പറയുന്നു. ഒപ്പം തന്നെ ആ സ്കൂളിൽ ഭയമാണ്, ജോലി ചെയ്യാൻ ഭയമാണെന്നൊരു അധ്യാപിക പറയുന്നു. ഡോക്ടർ അരുൺ, കേരളത്തിലെ അത്രയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനമാണ്, നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിലാണ് ഒരു അധ്യാപിക പറയുന്നത് ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യാൻ തനിക്ക് ഭയമാണെന്ന് അധ്യാപിക പറയുന്നു. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഒരു കർശനമായൊരു നടപടി, കൂടുതൽ ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. KR അനുസരിച്ച്, KR ആണല്ലോ സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കുന്നത്. KR അനുസരിച്ച് ചുരിദാറൊക്കെ ഇട്ട് വരാം, സാരി ഉടുത്ത് വരാം. പലപ്പോഴും BEd ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുമ്പോഴേ എൻ്റെ ഒരു വിദ്യാർത്ഥിനി അടുത്തുള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ BEd കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുത്ത് സ്കൂളിൽ പോകണം എന്ന പൊതുബോധ നിർമ്മിതിയുടെ കേന്ദ്രമാണ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? എന്താണോ അധ്യാപകന്മാർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ഉടുത്ത് പോവുക എന്നുള്ളതാണ്.
ഗുരുവായൂർ വരെ ചുരിദാർ അനുവദിച്ചു സാർ. അവിടെയാണ് ഈശ്വരവിലാസം സ്കൂളിൽ. ഈശ്വരനൊക്കെ ഇറങ്ങിപ്പോകും ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ വന്നു. ടീച്ചറിന്റെ കണ്ണീര് വീഴരുത്. അപ്പോൾ തീർച്ചയായിട്ടും മാനേജർ ആ നിലപാട് തിരുത്തുക എന്നുള്ളതാണ്. കേസും കൂട്ടായിട്ട് പോയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിന്റെ പേര് കളയണമെന്ന് നമുക്ക് താല്പര്യമില്ല. എന്തായാലും ആ മാനേജർ ഒത്തുതീർപ്പിൽ വരിക, ടീച്ചറിനോട് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആ തീരുമാനം അങ്ങ് പിൻവലിച്ചുള്ളൂ പ്രിയപ്പെട്ട മാനേജറെ. ഇല്ലെങ്കിൽ ഈശ്വരൻ ഇറങ്ങിപ്പോകും. അധ്യാപികമാരുടെ കണ്ണീര് വീണാൽ പിന്നെ ഈശ്വരൻ ഉണ്ടാവില്ല.